അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കോഴിക്കോടുകാരനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കുറേ നാളിങ്ങനെ കാത്തിരുന്ന് ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് ഗൾഫിലൊരു ജോലി കിട്ടുകയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ തുടങ്ങി നന്നായി അധ്വാനിച്ച് 2 വർഷം കഴിഞ്ഞ് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ഒരു പെരുന്നാളിനോടടുത്ത സമയത്ത് ഇങ്ങനെ വരികയാണ്. എയർപോർട്ടിൽ പോയി കുടുംബക്കാരൊക്കെ അവനെ സ്വീകരിച്ച് കൊണ്ടുവന്നു. വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ സാലറി എന്നോണം കുറച്ച് പൈസ എടുത്ത് വാപ്പാടെ കയ്യിലേക്ക് കൊടുത്തു. വാപ്പാടെ കണ്ണിങ്ങനെ നിറഞ്ഞു. അന്ന് വാപ്പ ഒരു 100 രൂപ അതിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് ഉമ്മാടെ കയ്യിലേക്ക് കൊടുക്ക്. അപ്പോൾ ഉമ്മ പറഞ്ഞു, എനിക്കെന്തിനാ, അത് നിങ്ങൾ വെക്ക്. അല്ലടി, ഇത് നീ പിടിക്ക്. ആ സമയത്ത് ഉമ്മ പറയുന്നുണ്ട്, മോനോട് ഉമ്മക്കൊരു കാര്യം പറയാനുണ്ട്. ഉമ്മയുടെ ഒരു കൂട്ടുകാരി ഉണ്ട്, അവൾ വിധവയാണ്, ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് 3 മക്കളാണ്, 3 യത്തീം കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്. പെരുന്നാളൊക്കെ അല്ലേ വന്നേ, അവർക്കൊന്നും കഴിക്കാനും കുടിക്കാനൊന്നും ഉണ്ടാവില്ല. എൻ്റെ മോൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർക്ക് വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. ഞാനത് ചെയ്യാം ഉമ്മ, വന്ന് ക്ഷീണിച്ചിരിക്കുകയല്ലേ, വാ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം, ഗൾഫിൽ നിന്ന് വന്നല്ലേ, നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ആ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ആകെ തളർന്നു. ആ സോഫയിൽ അദ്ദേഹം ഇങ്ങനെ കിടന്നിങ്ങനെ ഉറങ്ങിപ്പോവാണ്. ഉറക്കത്തിൽ പെട്ടെന്നൊരു സ്വപ്നം കാണാണ്. 3 കുഞ്ഞുങ്ങളിങ്ങനെ കൈ ഉയർത്തിയിട്ട് ആമീൻ 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 എന്ന് പറയുന്നുണ്ട്. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി അങ്ങ് എഴുന്നേക്കാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, പടച്ചോനെ, എൻ്റെ ഉമ്മ 3 യത്തീം കുട്ടികളുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഞാനത് വിട്ടുപോയല്ലോ അല്ലാ. അദ്ദേഹം വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. നല്ല പലചരക്ക് കടയിൽ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ കയറി ഇറങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ദിവസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 1-2 ചാക്കുകളിലാക്കി തന്നെ അദ്ദേഹം മേടിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചെറിയൊരു ചാറ്റൽ മഴയും തുടങ്ങി. അദ്ദേഹം സ്ഥലമൊക്കെ ഉമ്മ പറഞ്ഞതന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴുണ്ട് വണ്ടിയൊന്നും അങ്ങോട്ട് കിടക്കില്ല, ചെറിയൊരു ഇടവഴിയാണ്. അപ്പോൾ ആ മഴയത്ത് വണ്ടി ഒതുക്കിയിട്ടിട്ട് വെയിറ്റിങ്ങിന് തൂക്കാൻ പറ്റുന്നില്ല, അത്ര നല്ല വെയിറ്റുള്ള ആ 2 ചാക്കുകളിങ്ങനെ മുതുകത്തെടുത്ത് ആ മനുഷ്യനിങ്ങനെ നടന്നു പോവാണ്. വീടിൻ്റെ മുൻവശത്തെത്തുമ്പോൾ ഒരു വീടെന്നൊന്നും പറയാൻ പറ്റൂല, ഒരു ചെറ്റപ്പുര എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ അത്രയേ ഉള്ളൂ. വാതിലിങ്ങനെ തുറന്നു കിടപ്പുണ്ട്. ആ മനുഷ്യനിങ്ങനെ വാതിലിൽ മുട്ടുമ്പോൾ 6 വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞിങ്ങനെ, ഏതാണ്ട് 6 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു കുഞ്ഞ് വന്നു. ആരാണ് കേൾക്കാൻ, നിങ്ങൾ ആരാണ്? ഞാൻ ഈ വീട്ടിലേക്ക് ഇതേ കുറച്ച് സാധനങ്ങളായിട്ട് വന്നതാണ് മോളെ. വീടിൻ്റെ അകത്തേക്ക് ആ മനുഷ്യനിത് കയറ്റി വെച്ചു. അപ്പം കുഞ്ഞ് ചോദിച്ചു,